ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഇത് ഒറ്റപ്പാലത്തുള്ള ചെനിക്കത്തൂർക്കാവാണ്. ചെനിക്കത്തൂർക്കാവിൽ പൂരം കൊടിയേറിയിരിക്കുകയാണ്. അപ്പോൾ പൂരത്തിന് ഇനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ പൂരത്തിൻ്റെ ഒരു 15 ദിവസം മുമ്പേ ഇവിടെ ഭയങ്കര ആഘോഷവും ആചാരങ്ങളും പരിപാടികളൊക്കെയാണ്. അപ്പോൾ എല്ലാ വർഷവും ഒരു വൈകുന്നേരം വന്നിട്ട് തൊഴുക എന്നുള്ളത് ഒരു ചടങ്ങാണ് കേട്ടോ. ഭഗവതി വന്ന് തൊഴുക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീട്ടിലെ പണികളെല്ലാം ഒരുങ്ങി റിലാക്സ് ആയിട്ടാണ് വൈകുന്നേരം പോണത്. വൈകുന്നേരം പോവുക എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള കാര്യമാണ്. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലികളൊന്നുമില്ല. അപ്പോൾ പൂച്ചക്കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ഒതുക്കി വീട്ടിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയെ കൂട്ടിയിട്ടാണ് പോണത്. അമ്മ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മയെ കൂട്ടിയിട്ട് അങ്ങനെ യാത്ര പോവാണ്. അപ്പോൾ ഇതാ കനാലിലൊക്കെ നിറയെ വെള്ളമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, 2 സൈഡും വെള്ളമായിട്ട്. ഇപ്പുറത്തൊക്കെ നിറയെ കമ്മൽപ്പൂവൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒറ്റപ്പാലം പാലത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സന്ധ്യാസമയമായതുകൊണ്ട്, സൂര്യാസ്തമയം സമയമായതുകൊണ്ട് ആളുകൾ ഇതാ വന്നിട്ട് ഇങ്ങനെ സൺസെറ്റ് കാണാനും ആ തണുപ്പും കാറ്റൊക്കെ ആയിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ ചുവന്ന കിരണങ്ങൾ തട്ടിയിട്ട് പുഴ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പുഴയിൽ വെള്ളമൊക്കെ കുറവാണ്, നല്ല വേനലല്ലേ, വെള്ളം ഒരു സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ എനിക്ക് വൈകുന്നേരം യാത്ര ചെയ്യുമ്പോൾ ഈ വഴിയോരത്തെ കാഴ്ചകൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ പാലമൊക്കെ കടന്നു, നമ്മൾ ഒറ്റപ്പാലം സെൻട്രലിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാ കിളികളൊക്കെ സന്ധ്യയായിട്ട് കൂടണയാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ ഇതാ പാലം കടന്നിട്ടുണ്ട്, ഒറ്റപ്പാലം മെയിൻ റോഡിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതവിടെയുള്ളൊരു പള്ളിയാണ്. ആ പള്ളിയെല്ലാം കടന്ന് NSS കോളേജും കടന്ന്, അച്ചു ഇവിടെയാണ് കേട്ടോ പഠിക്കുന്നത്, 5 പഠിച്ചതും ഇവിടെയാണ്. അപ്പോൾ ഇതാ NSS കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ആദ്യം ദേവിയെ തൊഴണം, അതിനുശേഷം കാഴ്ചകൾ കാണാം. അപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. എങ്ങനെ ഭാഗ്യം കൊണ്ട് ഭഗവതിയെ തൊഴാൻ പറ്റി. ചക്രാദികളും കങ്കണവര ഘടകാദികളും ചന്ദ്രനോടൊപ്പം തിരുവദനം മൃദു സുന്ദരം ശിരസികരിച്ചും താമരമേകും കോമളമാകും അപ്പോൾ ഭഗവതിയെ തൊഴുതിറങ്ങി. ഇനി നമുക്ക് ഇവിടുത്തെ കച്ചവടക്കാരുടെ കയ്യിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കാണണം. അതൊക്കെ നല്ലൊരു കാഴ്ചയാണ്. ആ സന്ധ്യയും നിലാവും നിറയെ ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നിറയെ കച്ചവടക്കാരും വെറൈറ്റി സാധനങ്ങളും വിലക്കുറവൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ, അല്ലേ? അപ്പോൾ ഇതാ ചെരുപ്പ് വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ചെരുപ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് നോക്കി. പിന്നെ ഇതാ അഞ്ജുവിന് കുപ്പിവള വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കുപ്പിവള നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുപ്പിവളക്കാർ വിൽക്കണവരൊക്കെ ആ അമ്മ പഴയ കാലത്തുള്ള അതേ ടെക്സ്ചറിലാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. കരിമ്പച്ച കുപ്പിവളയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതവിടെ കുറേ ബാഗുകൾ, ഇങ്ങനെ നല്ല സ്റ്റൈലുള്ള ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ആ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തു. അപ്പോൾ അധികം വിലയൊന്നും ഇല്ല എന്നുള്ളതാണ് രസം. കടയിലൊക്കെ ആണെങ്കിൽ നല്ല വില കൊടുക്കണം. ഈ പൂരപ്പറമ്പിലൊക്കെ വരുമ്പോൾ ഭയങ്കര വിലക്കുറവും ഉണ്ടാവും, നല്ല സാധനമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബാഗ് അങ്ങനെ കവറൊക്കെ തുറന്ന് നോക്കി, അടിപൊളി ബാഗായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം എടുത്തു. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭഗവതിയെ തൊഴുക എന്നുള്ളതിൻ്റെ അപ്പുറം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുക. എല്ലാ ആളുകളും വൈകുന്നേരം അങ്ങനെ കുളിച്ച് ഫ്രഷായി വന്നിട്ട് ആ ഒരു സന്ധ്യ ഭയങ്കര രസമാണ്. നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണ് സത്യം പറഞ്ഞാൽ പൂരം എന്ന് പറയുന്നത് അല്ലേ. എനിക്ക് ആനയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ ആ പ്രോബ്ലം ഇല്ല. കാരണം ഇപ്പോൾ എല്ലായിടത്തും ആനയുടെ പ്രശ്നങ്ങളല്ലേ. അപ്പോൾ പൂരത്തിനൊക്കെ ആന ഉണ്ടാവും. ഇത് തലേന്ന് ആവുക കാരണം കൊണ്ട് പിന്നെ ആ പ്രോബ്ലം ഇല്ല. അപ്പോൾ നല്ല സമാധാനത്തിലൊക്കെ നിന്നിട്ട് ഓരോ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾ കമ്മൽ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്
ഇവരെ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ കമ്മലൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം വിലയൊന്നും കമ്മലുകൾക്ക് ഇല്ല, പക്ഷേ നല്ല കമ്മലുകളാണ് കേട്ടോ. കടയിലൊക്കെ ആണെങ്കിൽ നല്ല റേറ്റാണ്. അപ്പോൾ ഒരുപാട് കണ്ടില്ലേ, ഒരുപാട് കമ്മലുകളുണ്ട് കേട്ടോ. വെറൈറ്റി കമ്മലുകളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ കുട്ടികൾ ആ കമ്മലുകളൊക്കെ ഇങ്ങനെ നോക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ കമ്മലിന് 100 രൂപയാണ് കേട്ടോ വില. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു ആൻറ്റി ഗോൾഡ് പോലത്തെ ഒരു കമ്മൽ. അപ്പോൾ അതെടുത്തു. പിന്നെ ഇതാ നല്ല അടിപൊളി ബാഗുകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ചു ഒരു 2 കമ്മലെടുത്തു, സിൽവറിൻ്റെ 2 കമ്മലെടുത്തു. അപ്പോൾ അതൊക്കെയാണ് അവർ. കുപ്പിവള, കമ്മൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കമ്മലൊക്കെ നോക്കുന്ന സമയത്ത് ബാബുവേട്ട അവിടെ കടല പുഴുങ്ങിയത് കണ്ടപ്പോൾ അത് വാങ്ങി കഴിക്കുകയാണ് കേട്ടോ. ആൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഹലോ ഐശ്വര്യ, പാനിപ്പൂരി വേണോ പേപ്പൂരി വേണോ? അപ്പോൾ ഇതാ അവിടെ കുറേ ഫുഡ് സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫുഡ് സ്റ്റാളുകളൊന്നും അധികം ഇല്ല. എന്താ ഉണ്ടാവുക വെച്ചാൽ സോഡ, സർബത്ത്, ഓംലെറ്റ്, ഇതൊക്കെയാണ് അന്നൊക്കെ പണ്ടൊക്കെ പൂരത്തിന് വരുമ്പോൾ പൂരപ്പറമ്പിൽ കാണുക. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്തൊക്കെ ഫുഡാണ്. അപ്പോൾ ഇതാ കോളിഫ്ലവറൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതേപോലെ മുളക് ബജ്ജിയൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനാണ് സാധാരണ കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വരണതിൻ്റെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ്. ഇതിങ്ങനെ ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ അതൊരു രസമാണ്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പൂരപ്പറമ്പിലൊക്കെ വന്ന് കഴിക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ പാനിപൂരി. അപ്പോൾ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ കേട്ടോ. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് എന്താണെന്നറിയില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാലും കഴിച്ചു. ഇത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് എന്താ, പാവ് ബജി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ മസാല കുറേ സോസൊക്കെ ഒഴിച്ചിട്ടാണെന്ന് തോന്നുന്നു. സംഭവം റൊട്ടിയാണ്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതിപ്പോൾ എന്താ കാലന്നോ എന്തോ ഒരു പേര് പറഞ്ഞു. പക്ഷെ അത് കഴിച്ചപ്പോൾ എനിക്കതിൻ്റെ സ്വാദേ ഇഷ്ടപ്പെട്ടില്ല. അഞ്ജുവിന് ഇഷ്ടപ്പെട്ടില്ല, അച്ചുവിന് പിന്നെ കുഴപ്പമില്ല പറഞ്ഞിട്ട് പിന്നെ അത് കഴിച്ചത് അമ്മയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അമൂലിൻ്റെ ഐസ്ക്രീം വാങ്ങിയിട്ട് എല്ലാവരും കൂടി നിന്ന് കഴിക്കുകയാണ് കേട്ടോ. ചോക്കോബാറും കോണക്കേട്ട് അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി റൈഡുകളാണ് കേട്ടോ അപ്പുറത്ത്. റൈഡിലൊക്കെ കയറണം പറഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികൾ കച്ച കെട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ റൈഡൊന്നും അമ്പലത്തിൽ ഉണ്ടാവില്ല. പൂരത്തിന് വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ അച്ഛനോട് ആവശ്യപ്പെടുക ഒരു പാവ, ഒരു ബക്കറ്റ്, ഒരു കുടം, പിന്നെ എൻ്റെ ഒപ്പമുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ ലോറി, കാറ്, അങ്ങനെ ചെറിയ വണ്ടികളൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ ആ ലോറിയിലും കാറിലൊക്കെ കയറൊക്കെ കെട്ടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ മുറ്റത്ത് കൂടെ മണ്ണൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ വരുന്നത്. ഇന്ത്യൻ സർക്കസിന്റെ ചരിത്രത്തിൽ പോലും ഇന്നേ വരെ അവതരിപ്പിക്കാൻ കഴിയപ്പെടാത്ത അത്യുഗ്രകനായിരുന്നു ആകാശ. അപ്പോൾ ഇതാ റൈഡുകളുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. യന്ത്രൂഞ്ഞാലാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലൊന്നും കയറുന്നില്ല. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കുട്ടിയായിട്ട് ഇരിക്കുമ്പോൾ സമയത്ത് കയറിയതാണ്. അതിൽ കയറിയിട്ട് ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേക്കും തല തിരിഞ്ഞ് ഛർദ്ദിച്ച് എനിക്ക് ആ ഓർമ്മയാണ് കേട്ടോ യന്ത്രൂഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല. കുട്ടികളും അതിൽ കയറിയില്ല. അവർക്ക് താല്പര്യം മറ്റേ ആകാശക്കപ്പൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കയറാനാണ്. അപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് പോവാൻ നിൽക്കണം. അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും, പ്രായമില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രായം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനാണ് അല്ലേ. മനസ്സിന് പ്രായം തോന്നിച്ചു കഴിഞ്ഞാൽ 18 വയസ്സായാലും വയസ്സായ പോലെ ഇരിക്കും. അപ്പോൾ ഇതിലൊന്നും കയറാനോ ആസ്വദിക്കാനൊന്നും പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതാ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആകാശക്കപ്പൽ, നല്ല വലിയൊരു ആകാശക്കപ്പലായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇതിലാണ് കയറിയത്. ഇതിലാണ് അവർ, ഇതിൽ 120 രൂപയാണ്, 120 140 ആയിരുന്നു കേട്ടോ ടിക്കറ്റ് ചാർജ്. അപ്പോൾ അവരവിടെ എൻജോയ് ചെയ്യണം, ഞങ്ങളത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ചെറുപ്പത്തിലത്തെ പൂരത്തിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. കുറേ കരയുമ്പോഴാണ് മുത്തശ്ശൻ അമ്മയെ പൂരത്തിന് കൊണ്ടുപോകുക എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാണ്.
അപ്പോൾ ഇതാ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായി, നല്ലൊരു ഈവനിങ് ആയിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പോൾ ഇനി അമ്മയെ വീട്ടിലേക്ക് ആക്കണം, നമ്മൾ നമ്മുടെ വീട്ടിലേക്കും അങ്ങനെ യാത്ര തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തും ആളുകൾ വന്നു പോയിക്കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പോണ വഴി നിറയെ ബാബേട്ടൻ ഫൈനലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് ജയിച്ചോണോ മൊബൈലിൽ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അമ്മ വീട്ടിലേക്ക് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വലിയ പൂച്ചക്കുട്ടന്മാരും കുട്ടികളൊക്കെ ഇതാ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ ഞാൻ മുകളിൽ അടച്ചിട്ടിട്ടാണ് കേട്ടോ പോയത്. അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ബാബേട്ടൻ എന്താ ടി വി ഇട് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കാൻ തിരക്കൂട്ടാണ്. അപ്പോൾ ഇതാ വന്ന് കയറി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി, ഇന്ത്യ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നും വീഡിയോ ചെയ്യാൻ നമുക്ക് പ്രചോദനമാവണത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നും അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.